ഹലോ ഗൈസ്. അപ്പോൾ CA ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിങ് കോഴ്സിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പഠിച്ചത്. എന്നാൽ ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് യൂണിറ്റ് ആയ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് ആണ്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മുടെ ഇത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണ്. ബട്ട് എന്താ പറയാ, പ്രാക്ടിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ പ്രോബ്ലം പേപ്പർ ആണ് എന്ന് വെച്ചുകൊണ്ട് നമ്മളെല്ലാ തിയറീസ് മിസ് ഔട്ട് ആക്കാൻ പാടില്ല എന്ന്. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ കോഴ്സിലെ ഈ ഒരു സബ്ജക്റ്റിന്റെ തിയറി പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റ്, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അക്കൗണ്ടിങ് എന്താ പറയുക, ഒരു സ്ഥിരത ഉണ്ടാവണം. നമ്മൾ ഇപ്പൊ ഏതൊരു ഫേമിന്റെ ആണെങ്കിലും, ഇപ്പൊ ഏതൊരു ഫേമിന്റെ ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുകയാണെങ്കിലും അതിനെന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി വേണം. ഓവർ ദ പീരീഡ് ഒരു കൺസിസ്റ്റൻസി വേണം. അതുപോലെ തന്നെ മറ്റ് ഫേമുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നമുക്കത് ഈസിലി കമ്പയർ, വലിയ വേരിയൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന്. ഇത് അങ്ങനെ എന്താ പറയാ, ചുമ്മാ നാച്ചുറലി ഉണ്ടാവുന്നതല്ല. ഇതിനൊക്കെ ഒരു ലോ അല്ലെങ്കിൽ ഒരു കുറച്ച് കൺസെപ്റ്റ്സും കുറച്ച് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും പോളിസീസ് ഒക്കെ ഉണ്ട്. ഇതിനെ ഇത്രയും പോളിസീസ്, പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ കൺസെപ്റ്റ്സ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ യൂണിറ്റ് 2-ലെ ഈ ഒരു ചാപ്റ്റർ. ബട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി വേറെ ചാപ്റ്റേഴ്സിലേക്ക് ചാടും എന്നുള്ളത്. അപ്പൊ ഇതിലും ഞാൻ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഞാൻ നമ്മുടെ ചാപ്റ്റർ 2-ലെ ഫസ്റ്റ് യൂണിറ്റിലേക്കും ജസ്റ്റ് നമ്മളൊന്ന് പോകുന്നതായിരിക്കും. അതില് ഒരു ചെറിയ, അതായത് ഇതിലും ആ കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്, ആ ഒരു ചാപ്റ്ററിലും ആ ഒരു കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റ് വിത്ത് എക്സാമ്പിൾസ് പറയുന്നത് മറ്റേ ചാപ്റ്റർ 2-ലെ യൂണിറ്റ് 1-ലാണ്. അപ്പോൾ ആ ഒരു പോർഷനും കൂടി ഈ ഒരു ക്ലാസ്സിൽ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. ആ ഒരു സെക്ഷൻ എത്തുമ്പോൾ ഞാനത് പറയാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഇൻട്രൊഡക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. Accounting concepts define the assumptions on the basis of which financial statement of a business entity are prepared. അതായത് നമ്മളിപ്പോ ഏത് ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും നമ്മൾ എന്താ പറയാ, കുറെ തിയറീസ് പഠിക്കുന്നുണ്ട്. ന്യൂട്ടന്റെ തേർഡ് ലോ ആണെങ്കിലും, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് തിയറീസ് ആണെങ്കിലും, അതുപോലെ തന്നെ മാത്സിലെ പല മാത്തമാറ്റീഷ്യൻസിന്റെ തിയറീസ് ആണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിയറീസ് എല്ലാം പ്രാക്ടിക്കൽ ആവണമെങ്കിൽ അവർ പറയും കുറച്ച് അസംഷൻസ് ഉണ്ടെന്ന്. നമ്മൾ ചില അസംഷൻസ് ബേസ് ചെയ്താലാണ് നമ്മൾ ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു തിയറി പ്രാക്ടിക്കൽ ആവൂ എന്നുള്ളത് പറയുന്നത്. അതായത് ചില തിയറീസിൽ പറയുന്നുണ്ട് എക്സ്റ്റേണൽ വേറെ ഇന്റർഫിയറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മീൻസ് ഈ ഒരു തിയറി കറക്റ്റ് ആവും എന്ന്. ഓക്കെ. അതുപോലെ തന്നെ പക്ഷെ അതില് എന്താന്ന് വെച്ചാൽ നമുക്ക് ചില തിയറീസ് ഒക്കെ വായിക്കുമ്പോൾ അത് അൺറിയൽ ഒക്കെ ആയിട്ട് തോന്നും. മീൻസ് ഇങ്ങനെയൊക്കെ പറ്റുമോ, കാരണം എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നതിൽ ഇതിൽ കുറച്ചുള്ള അസംഷൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ എന്താ പറയാ, അത് ഇന്ന കൺസെപ്റ്റ് ഒക്കെ നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് വേണം ഇതിന്റെ ഫിനാൻഷ്യൽസും അക്കൗണ്ടിങ്ങും ചെയ്യാൻ. അല്ലാതെ ഇത് പ്യൂർലി ലോജിക്കാണ്, അല്ലാതെ അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല.
ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ കുറച്ച് അസംഷൻസിലൂടെ വേണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ. ബട്ട് ഈ അസംഷൻസ് എന്ന് പറയുന്നത് അൺറിയൽ ആയിട്ടുള്ളതല്ല, പ്യുവർലി ലോജിക് ആയിട്ടുള്ള അസംഷൻസ് ആണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാം. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അസംഷൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഈ അസംഷൻസ് എന്താ പറയാ, ഈ ഒരു അസംഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറി ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഫിസിക്സിലാണെങ്കിൽ കെമിസ്ട്രി, ആ തിയറീസ് ആണ് യൂഷ്വലി ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പോളിസീസ് ആയിട്ട് വരുന്നത്. അക്കൗണ്ടൻസിയിൽ അങ്ങനെ ആ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കറക്റ്റ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദേ ഷുഡ് ബി ബേസ്ഡ് ഓൺ റിയൽ അസംഷൻസ്. നമ്മളിപ്പോ ഫിസിക്സിലും അല്ലെങ്കിൽ അതിലൊക്കെ പറയുന്ന തിയറീസിലും നമ്മൾ എന്താ നോർമൽ ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ അൺറിയൽ ആണ് എന്ന് തോന്നിപ്പോകും. പക്ഷെ അക്കൗണ്ടിങ്ങിൽ അതല്ല, അതൊക്കെ റിയൽ അസംഷൻസ് തന്നെയാണ്. ക്യാപിറ്റൽ കൊണ്ടുവരിക, അതൊക്കെ എന്താ പറയാ, കാരണം ബിസിനസ് ഒരു റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതായത് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് എഴുതുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു അസംഷൻസ് എല്ലാം റിയൽ ആയിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തത്, ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് സിമ്പിൾ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. ഇത് പറയാൻ കാരണം നമ്മൾ ഈ അക്കൗണ്ടിങ് ചെയ്യുന്നത് തന്നെ എന്താ പറയാ, നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സിമ്പിളി എന്താ പറയാ, നമ്മൾ ഓണേഴ്സിന് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ റിസൾട്ട്സും വളരെ സിമ്പിൾ ആയിട്ട് രീതിയിൽ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇത് എങ്ങനെ ഡിറൈവ് ചെയ്തെത്തി, നമ്മൾ ഈ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ ലിക്വിഡിറ്റി താഴെയാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ കറന്റ് റേഷ്യോ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ക്യാഷിന്റെ ബാലൻസ് അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾസിൽ കൂടുതൽ ഡെപ്റ്റ് പീരീഡ് ഭയങ്കരമായിട്ട് കൂടുന്നു. ഇതൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ അത് സിമ്പിൾ ആയിരിക്കണം, അത് മറ്റേ ആൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലും മറ്റേ ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റണം. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ അങ്ങനത്തെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത്. അടുത്തത് കൺസിസ്റ്റൻസി ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും പോളിസീസ് ആണെങ്കിൽ അത് ത്രൂ ഔട്ട് ദ പീരീഡ് നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം, സ്ഥിരത ഉണ്ടാവണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ കഴിഞ്ഞ കൊല്ലം ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ ഫോളോ ചെയ്തു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു WDV അതുപോലെ FIFO പോലുള്ള പല ഇൻവെന്ററി വാല്യുവേഷന് പല പല മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മൾ WDV ഫോളോ ചെയ്തു. ഒരു റീസണും ഇല്ലാതെ നമ്മൾ ഈ കൊല്ലം FIFO ഫോളോ ചെയ്യുക എന്നത് വളരെ തെറ്റാണ്. അക്കൗണ്ടിങ് ഇതില് നമ്മൾ അങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയിക്കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ, എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള കാരണമില്ലാതെ നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസോ മറ്റോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ അധികാരമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. പിന്നെ അടുത്തത്, ദേ ഷുഡ് ബി ഏബിൾ ടു റിഫ്ലക്ട് ഫ്യൂച്ചർ പ്രഡിക്ഷൻസ്. നമ്മൾ ലിമിറ്റേഷൻസ്, അക്കൗണ്ടിങ്ങിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇപ്പൊ ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും അത് ഇന്നത്തെ ഡേറ്റിലായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല എന്നല്ല, ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് എന്താ പറയാ, കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് വെച്ചിട്ട് ആ ബാലൻസ് ഷീറ്റ്, ഇപ്പൊ ഒരു 3-4 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ P&L വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഏകദേശം ഇത്ര ഗ്രോത്ത് ഉണ്ടാവും സെയിൽസിൽ, അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ പ്രോഫിറ്റ് ഇത്ര ആയിരിക്കും എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ദേ ഷുഡ് ബി ഇൻഫോർമേഷണൽ ഫോർ ദ യൂസേഴ്സിന് അത്
ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം. അടുത്ത് പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസിനെ പറ്റിയാണ്. അതായത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് മെർജ് ഔട്ട് ഓഫ് അക്കൗണ്ടിങ് വാല്യൂസ് കോമൺലി നോൺ as അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അഡോപ്റ്റഡ് ബൈ വേരിയസ് ഓർഗനൈസേഷൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഈ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഓരോ ചില പ്രാക്ടീസസ് ആണ്. ഇതൊന്നും ഒരിക്കലും എന്താ പറയാ ഒരു റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പോലെ എന്താ പറയാ ഒരു എഴുതപ്പെട്ട ഒരു നിയമമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ല. നമ്മുടെ എന്താ പറയാ ഉപയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ പല പല ഫേംസ് അല്ലെങ്കിൽ പല പല ബിസിനസ് ഇൻഡസ്ട്രീസിൽ അവരുടെ അക്കൗണ്ടിങ് പ്രാക്ടീസസ് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി അവരായിട്ട് തന്നെ കണ്ടുപിടിച്ച കുറച്ച് അക്കൗണ്ടിങ് കാര്യങ്ങളാണ്. ഇത് ഓവർ ദ പീരീഡ് അത് യൂസ് ചെയ്തത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊഫഷനിൽ അത് കോമൺ ആയി പോയേക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതിനെയാണ് ഈ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് അക്കൗണ്ടിങ് കൺവെൻഷൻസ് നീഡ് നോട്ട് ഹാവ് എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻസ് എന്ന്. അതായത് ത്രൂ ഔട്ട് എല്ലായിടത്തും ഇത് ഉപയോഗിക്കണമെന്നില്ല. ഡിപ്പെൻഡ് ഓൺ ദി ഇൻഡസ്ട്രി, ഓരോരോ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ റിപ്പോർട്ടിങ് അതുപോലെ തന്നെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ബേസിലായിരിക്കും ഈ കാര്യങ്ങൾ ഡെവലപ്പായി വന്നേക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് കൺസെപ്റ്റിനെ പറ്റിയും പ്രിൻസിപ്പിൾസിനെ പറ്റിയും കൺവെൻഷന് അതിന്റെ അടിയിൽ വരുന്ന വേരിയസ് ടൈപ്സ് ഓഫ് കൺവെൻഷൻസ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഇനി വരുന്ന ഈ സെക്ഷനാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ 75% ഓഫ് ദി കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഈ കൺസെപ്റ്റ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ഓർത്ത് വെക്കുക, അതെന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, എന്നാലേ ഇതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ നമുക്ക് അത് ഇത്തിരി കൂടി മനസ്സിലാവും. ഇതിൽ കൂടുതലും എന്താ പറയാ തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറയണല്ലേ, വാട്ട് ഈസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് അക്രൂവൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നൊക്കെ ചോദിക്കുന്നേക്കാൾ ഉപരി ഇവരെന്താ പറയുക ഒരു ഇല്ലസ്ട്രേഷൻ വെച്ചിട്ട് അതിൽ ഏതൊക്കെ കൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത്, എന്തൊക്കെയാണ് മീൻസ് ഇന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ, ഇന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഏത് കൺസെപ്റ്റ് ആണ് വൈലേറ്റ് ചെയ്തേക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിലേക്ക് കിടക്കാം. സോ ആദ്യം വരുന്നത് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, സോ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്, അതായത് ഒരു ഓണറിനെ സംബന്ധിച്ച് ഓണറിന്റെ ക്യാപിറ്റൽ മുതലായ കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു ഓണറിനെ സംബന്ധിച്ച് അവന്റെ ബിസിനസ് പുള്ളി തുടങ്ങുന്നതായിരിക്കുമല്ലോ ഒരു പുള്ളിയുടെ ബിസിനസ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ പുള്ളി സ്റ്റാർട്ട് ചെയ്യണ ബിസിനസ്സും ഈ ഒരു ഓണർ എന്ന് പറയുന്ന ഒരാളും ഇത് രണ്ടും എന്താ പറയാ സെപ്പറേറ്റ് ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ബിസിനസ് വേറെ, ഓണർ വേറെ. ഓക്കെ, ഇത് ഈ ഒരു കൺസെപ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ റിയൽ പ്രാക്ടിക്കൽ സെൻസിലേക്ക് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു റിയൽ സിനാരിയോയിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു കൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഈ എക്കണോമിയിൽ പല ടൈപ്പ് ബിസിനസ്സുകളുണ്ട്. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബിസിനസ് ഉണ്ട്. ഓക്കെ, അതായത് എന്താ പറയാ, ഞാൻ
ഒരു ബിസിനസ് തുടങ്ങാണ്. വലിയ ഓർഗനൈസ്ഡ് ഒന്നുമില്ല. ഞാനിപ്പോ ഒരു കട ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെ ഒരു കട തുടങ്ങാണ്. ജെ സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ABC സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കട തുടങ്ങാണ്. ഞാൻ തന്നെയാണ് ഓണർ, ഞാനാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്, ഞാൻ തന്നെയാണ് വിൽക്കുന്നത്. ഞാൻ തന്നെ അതിന്റെ ലാഭം എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതാണ് സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ആണ്. അതായത് ഒരു 3-4-5 പേര് അല്ലെങ്കിൽ ഒരു 10 പേരൊക്കെ ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാണ്. അപ്പൊ അവര് ബിസിനസ്സിൽ പല പല സെക്ഷൻസ് ഹാൻഡിൽ ചെയ്യും. എന്നിട്ട് അതിന് കിട്ടുന്ന പ്രോഫിറ്റ് അവർ വീതിച്ചെടുക്കും. ഓക്കെ. ഇനി അടുത്ത വേറൊരു ടൈപ്പ് ബിസിനസ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ കമ്പനീസ് ആണ്. അതായത് കമ്പനീസ് എന്ന് പറയുന്നത് നോർമലി കമ്പനീസ് ആക്ട് നിങ്ങൾ ലോയിൽ പഠിക്കും. കമ്പനി ഫൗണ്ടേഷനിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. സോ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്ന കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നതായിരിക്കും മിക്ക കമ്പനീസും. ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. പ്രൈവറ്റ് കമ്പനീസ്, പബ്ലിക് കമ്പനീസ്, അങ്ങനെ ലിസ്റ്റഡ് കമ്പനീസ്, അങ്ങനത്തെ പല പല ടൈപ്പ് കമ്പനീസ് ഉണ്ട്. ഓക്കെ. അപ്പോ ഈ പല ടൈപ്പ് കമ്പനീസില് ഓക്കെ. പിന്നെ വേറെ ഇതല്ലാതെ തന്നെ വേറെയും കുറെ HUF എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ട്രസ്റ്റുകളുണ്ട്. സോ ഇങ്ങനത്തെ പല ടൈപ്പ് ബിസിനസ്സുകളും ഓർഗനൈസേഷൻസും നമ്മുടെ എക്കണോമിയിലുണ്ട്. അപ്പോൾ ഇതില് മേജർലി ഈ ഒരു കൺസെപ്റ്റ് മെയിൻലി വരുന്നത് ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഈ ഒരു കൺസെപ്റ്റിന്റെ, എൻറ്റിറ്റി കൺസെപ്റ്റിന്റെ വയലേഷൻ വരുന്നത്. നമ്മളിപ്പോ സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ബിസിനസ്, നമ്മൾ അതിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. ഇതിനിപ്പോ പ്രത്യേകിച്ച് എന്താ പറയാ, അക്കൗണ്ടിങ്ങിൽ എന്താ ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇതില് ഇപ്പൊ എന്ന് പറയുന്ന ഒരാളാണ് ഒരു എന്താ പറയാ, ഒരു സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു കടയുടെ ഉടമസ്ഥൻ. ഓക്കെ. പുള്ളിയും ഈ കടയും എന്ന് പറയുന്നത് 2 സെപ്പറേറ്റ് ആൾക്കാരായിട്ട് വേണം കണക്കാക്കാൻ. നമ്മള് ഈ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഈ സ്റ്റോഴ്സിന്റെ ഭാഗത്ത് നിന്ന് തിങ്ക് ചെയ്യണം. ആ ഒരു പെർസ്പെക്റ്റീവില് തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്ന് പറയുന്ന ആള് ഈ ഒരു കടയിലേക്ക് പുള്ളി തുടങ്ങുന്ന സമയത്ത് 1 lakh ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ. പുള്ളിയുടെ ക്യാപിറ്റലായിട്ട് പുള്ളി 1 ലക്ഷം രൂപ കൊണ്ടുവന്നു. അപ്പോ ഇത് നമ്മൾ ഒരിക്കലും ഇത് നമ്മൾ കണക്കാക്കേണ്ടത് സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഓണറിന്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിയതായിട്ട് വേണം കണക്കാക്കാൻ. അതായത് ഇത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈസ് എ ഫോം ഓഫ് ലയബിലിറ്റി. അതായത് ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ, ഈ സ്റ്റോഴ്സ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ സ്റ്റോഴ്സ് ഈ എന്ന് പറയുന്ന തന്റെ ഓണർക്ക് ഈ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ലിറ്ററലി അല്ലെങ്കിൽ എന്താ പറയാ, ലോജിക്കലി ഈ ഒരു കൺസെപ്റ്റ് പറയുന്ന ഇതാണ്. ഈ എന്ന് പറയുന്ന ഒരു ഓണർ ഇൻ എ വേർഡ് ഈ ഒരു സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ക്രെഡിറ്റർ ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ലെൻഡർ ആയിട്ടാണ് കണക്കാക്കുന്നത്. പുള്ളി കൊടുത്തേക്കുന്ന എമൗണ്ട്, അല്ലെങ്കിൽ പുള്ളി ലോണായിട്ട് കൊടുത്തേക്കുന്ന എമൗണ്ടിനെയാണ് ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. ബാലൻസ് ഷീറ്റ് ഒക്കെ വരുമ്പോൾ, ഇപ്പൊ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ നിങ്ങൾ ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ബാലൻസ് ഷീറ്റിന്റെ ക്ലാസ്സുകൾ എത്തുമ്പോൾ ഈ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഒന്നും കൂടി പറയുന്നതാണ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ വരുന്നത്, ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയും പിന്നെ അതുപോലെ തന്നെ എന്താ, ക്യാപിറ്റൽ, ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ആണ്. ഓക്കെ. നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ഇടാൻ കാരണം എന്ന് പറയുന്നത് ഇത് ഇൻ എ ടേം
ഈ ഒരു ബിസിനസ്സിന് ഇതൊരു ലയബിലിറ്റി പോലെ ആയതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ നമ്മൾ ലയബിലിറ്റിയുടെ കൂടെ ഇടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ, ഇതിൽ തന്നെ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതും പിന്നെ അതുപോലെ തന്നെ ജേർണൽ എൻട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഇതിൽ പറയുന്ന എൻറ്റിറ്റി കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ബിസിനസ് എന്റർപ്രൈസ് ഇസ് സെപ്പറേറ്റ് ഐഡന്റിറ്റി അപ്പാർട്ട് ഫ്രം ദിസ് ഓണർ. അതായത് ബിസിനസ് എന്റർപ്രൈസ് ഞാൻ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന ഒരാള് എ സ്റ്റോഴ്സിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ആണ്, വേറൊരു എന്താ പറയാ സെപ്പറേറ്റ് ഒരു പേഴ്സൺ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പൊ അക്കൗണ്ടൻസ്, അതുകൊണ്ട് തന്നെ അക്കൗണ്ടന്റ് ഷുഡ് ട്രീറ്റ് എ ബിസിനസ് as distinct from its ഓണർ. ഒരു അക്കൗണ്ടന്റ് എപ്പോഴും എന്താ പറയാ ആ ബിസിനസിന്റെ പേഴ്സ്പെക്റ്റീവില് വേണം തിങ്ക് ചെയ്യാൻ. അങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ട് ഓണറിനെ വേറൊരു പേഴ്സൺ ആയിട്ട് പുള്ളിയുടെ അവരുടെ ഒരു ലൈബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ ഓക്കെ പിന്നെ പറയുന്നത് ഇത് ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ വയലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സിലാണ്. കാരണം വേറൊന്നല്ല, അവർ നോർമലി സ്മോൾ സ്കെയിൽ ആയിരിക്കും ചെയ്യുന്നത്. അവർക്ക് വലിയ ക്യാപിറ്റൽ ഉണ്ടാവില്ല, വലിയ ക്യാപിറ്റൽ ഉള്ള സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ടാവും. ബട്ട് നോർമൽ ഒരു ഇത് പറയുന്ന അവർ ചെറിയ ചെറിയ കടകളായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇവരുടെ വിചാരം എന്താ പറയാ, അവര് തോന്നുമ്പോൾ പൈസ എടുത്തോണ്ട് പോകും, തോന്നുമ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വരെ തോന്നുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യാതെ പൈസ എടുത്തോണ്ട് പോകും. ഓക്കെ, അപ്പൊ അതൊക്കെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന്റെ വയലേഷൻ ആണ്, ഈ ഒരു കൺസെപ്റ്റിന്റെ വയലേഷൻ ആണ്. അതായത് തോന്നുന്ന പോലെ നമുക്ക് എടുക്കാം, ഓഫ് കോഴ്സ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പുള്ളി എടുക്കാം, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അത് പുള്ളിയുടെ ക്യാപിറ്റലിൽ നിന്ന് കുറയണം. ഓക്കെ, മനസ്സിലായോ? പുള്ളി സ്വന്തം കാര്യം പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പൈസ എടുക്കുകയാണെങ്കിൽ അത് പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോയിങ്സ് ആയിട്ട് കാണിക്കണം. അതായത് കുറച്ച് വേണം കാണിക്കാൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ബിസിനസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇതാണ് അതായത് ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോക്കുക. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മളെപ്പോഴും ഈ ബുക്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ആണ്, അല്ലാതെ പുള്ളിയുടെ ട്രാൻസാക്ഷൻസ് അല്ല. ഇൻ മീൻസ് പുള്ളി ഇപ്പോ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ക്യാഷ് പുള്ളി വിഡ്രോ ചെയ്തു. അപ്പൊ ഈ വിഡ്രോ ചെയ്ത ക്യാഷ് പുള്ളിക്ക് അത് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പുള്ളിക്ക് ഇപ്പൊ ഫീസ് അടയ്ക്കാം, ഇപ്പൊ പുള്ളിയുടെ മക്കള് സ്കൂളിൽ പഠിക്കണമെങ്കിൽ അത് ഫീസ് അടയ്ക്കാം. അപ്പൊ ആ ഫീസ് അടച്ചത് ഒരിക്കലും നമ്മുടെ എന്താ പറയാ ബിസിനസ്സിൽ കൊണ്ടുവരുത്. നമ്മൾ ഈ അക്കൗണ്ട്സ് നോക്കണ സമയത്ത് പലരും എഴുതി വെച്ചേക്കണ കാണാം, അതായത് സ്കൂൾ ഫീ ഓഫ് മൈ സ്റ്റുഡന്റ് ഓഫ് മൈ സൺ, അല്ലെങ്കിൽ എന്താ പറയാ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്തേക്കണെയാണ് എന്താ പറയാ ഗ്രോസറി വെജിറ്റബിൾസ് പർച്ചേസ്ഡ് ടു ഹോം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഈവൻ ദോ പുള്ളി ഈ എന്താ പറയാ ഈ ബിസിനസിന്റെ ഇത് വെച്ച് ആണ് വാങ്ങിച്ചതെങ്കിലും അതൊക്കെ പുള്ളിയുടെ എന്താ പറയാ പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അതൊന്നും ഈ ഒരു ബിസിനസിന്റെ അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ പുള്ളി ബിസിനസിന്റെ പൈസ വെച്ച് ഉപയോഗിച്ചത് ഡ്രോയിങ്സ് ആയിട്ട് വരാൻ പാടുള്ളൂ, അല്ലാതെ അതൊരിക്കലും ഒരു ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ടോ ബിസിനസിന്റെ അസറ്റ് ആയിട്ടോ ഒന്നും ഒരിക്കലും ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ the practice of distinguishing the affairs of business from the personal affair of the originate only in early days of double entry bookkeeping. This concept, അതായത് ഈ entity concept എന്ന് പറയുന്ന concept helps in keeping business affairs free from the influence of personal affairs of the owner. The basic concept is applied to all the organization, whether sole proprietorship, partnership or corporate entities. ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും ഈ ഒരു കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഹൗ മച്ച് എമൗണ്ട് മണി
ഈ ഒരു കൺസെപ്റ്റ്, എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ് ആക്ച്വലി ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്യാനായിട്ട് എന്താ പറയാ, നമ്മുടെ ബിസിനസ്സിൽ കീപ്പ് ചെയ്യാനും അതിനെ ആ ഒരു ലെഡ്ജറിനെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എന്താ പറയാ, ആ ഒരു കൺസെപ്റ്റിനെ റോൾ ചെയ്യുന്ന ഒരു ആ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനെ റോൾ ചെയ്യുന്ന ഏകദേശം ഒരു കൺസെപ്റ്റ് ആണ് ഈ എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, പിന്നെ ഇത് വേറൊരു കാര്യം, ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു പെർഫോം അക്കൗണ്ടിങ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ് ആൻഡ് നോട്ട് ദാറ്റ് ഓഫ് ദി ഓണർ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെപ്പോഴും അക്കൗണ്ടിങ് ചെയ്യേണ്ടത് വ്യൂ പോയിന്റ് ഓഫ് ബിസിനസ് അല്ലാതെ ഓണറിന്റെ വ്യൂ പോയിന്റ് ആയിരിക്കരുത് നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇത് വായിച്ചു നോക്കാം. ഇഫ് എ പേഴ്സൺ റൺസ് എ ബിസിനസ് ആൻഡ് പേസ് മണി ഫ്രം ഹിസ് ഓൺ pocket for his son's school fee, it will not constitute a transaction in the book of business. ബിസിനസ്സിൽ അത് ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കാണരുത്. ഇൻ കേസ് ഇത് ഈ ഒരു മണി ബിസിനസ്സിൽ നിന്നാണ് എടുത്തിട്ടെങ്കിൽ അത് ഡ്രോയിങ്സ് ആയിട്ടാണ് കാണേണ്ടത്, അല്ലാതെ പുള്ളിയുടെ അല്ലാതെ ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് ഒരിക്കലും കാണിക്കാൻ പാടില്ല. അതാണ് താഴെ പറയുന്നത്. ഇനി എൻറ്റിറ്റി കൺസെപ്റ്റ് മീൻസ് ദാറ്റ് ദി എന്റർപ്രൈസ് ഈസ് ലയബിൾ ടു ദ ഓണർ ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദ ഓണർ. അതായത് നേരത്തെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന ഒരാള് എ സ്റ്റോറിലേക്ക് 1 ലക്ഷം കൊണ്ടുവന്നാൽ, അതായത് എ സ്റ്റോർ ഈ 1 ലക്ഷം ഈ എ സ്റ്റോറി ഈ ഒരു 1 ലക്ഷം രൂപ എ എന്ന് പറയുന്ന ആൾക്ക് ബാധ്യപ്പെട്ടിരിക്കുന്നു, അതായത് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ ഈ ഒരു എൻറ്റിറ്റി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിൻസ് ഓണർ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ വിച്ച് ഇസ് കോൾഡ് റിസ്ക്, ഹി ക്യാൻ ക്ലെയിം ഓൺ ദ പ്രോഫിറ്റ് ഓഫ് ദി എന്റർപ്രൈസ്. അതായത് ഈ ക്യാപിറ്റൽ പുള്ളി എന്തിനാണ് ഇടുന്നത്, യൂഷ്വലി ആ ഒരു എന്റർപ്രൈസിലെ പ്രോഫിറ്റിൽ പുള്ളിക്ക് അവകാശമുണ്ട് എന്ന ഒരു ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് പുള്ളി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലം ആ ഒരു കമ്പനി ഉണ്ടാവുന്ന പ്രോഫിറ്റ് പുള്ളിക്ക് ഒരു അവകാശമുണ്ട് എന്ന്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് ഒന്ന് നോക്കാം. അതായത് എക്സ് സ്റ്റാർട്ടഡ് ബിസിനസ് ഇൻവെസ്റ്റിംഗ് 7 lakh. എക്സ് എന്ന് പറയുന്ന ഒരാൾ 7 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. വിത്ത് വിച്ച് ഹി പർച്ചേസ്ഡ് മെഷീനറി, 5 ലക്ഷത്തിന്റെ മെഷീനറി പുള്ളി പർച്ചേസ് ചെയ്തു. ആൻഡ് മെയിൻറ്റെയിൻ ദ ബാലൻസ് ഇൻ ഹാൻഡ്, ബാക്കി കയ്യിൽ വെച്ചു. അപ്പോ ഈ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ എക്സ് 7 ലക്ഷം കൊണ്ടുവന്നു. ഈ 7 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റലാണ്. എക്സ് കൊണ്ടുവന്ന ക്യാപിറ്റലാണ്. അതായത് ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഈ 7 ലക്ഷം പുള്ളി ഈ കമ്പനി ഈ എക്സ് എന്ന് പറയുന്ന ആൾക്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി ഈ ഒരു 7 ലക്ഷം കൊണ്ടുവന്നല്ലോ. അപ്പൊ ഈ 7 ലക്ഷം കൊണ്ട് പുള്ളി എന്തൊക്കെയാണ് ചെയ്തത് ആ കമ്പനിയിൽ? പുള്ളി ആദ്യം തന്നെ 5 ലക്ഷത്തിന് ഒരു മെഷീനറി വാങ്ങിച്ചു. ഇതെന്താണ്, ഇതിനെയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടിങ്ങിൽ അസറ്റ് എന്ന് പറയുന്നത് ഈ മെഷീനറിനെയാണ്. ഇത് ക്യാപിറ്റലാണ്, ഇത് അസറ്റ് ആണ്. ഓക്കെ, ബാക്കി ഈ 7 ലക്ഷത്തിൽ നിന്ന് പുള്ളി 5 ലക്ഷം കൊണ്ടുപോയി മെഷീനറിക്ക് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി ഒരു 2 ലക്ഷം ഉണ്ടല്ലോ, അത് പുള്ളി കയ്യിൽ ക്യാഷ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഈ ക്യാഷും ഇൻ എ വേർഡ് നമ്മുടെ ഇതില് അസറ്റ് തന്നെയാണ്. ഓക്കെ, ഇതിനും ഈ അസറ്റ്സിനും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് അടുത്തടുത്ത ചാപ്റ്റേഴ്സിൽ നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഇപ്പൊ എന്താ പറയാ, ഈ ഒരു കമ്പനി എക്സ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ എക്സ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ബിസിനസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗേഴ്സ് വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് താഴെ പറയുന്നത്. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ 7 ലക്ഷം ഉണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? ദിസ് മീൻസ് ദാറ്റ് എന്റർപ്രൈസ് ഓൺ മിസ്റ്റർ എക്സ് 7 lakh. അതായത് ഈ ഒരു എന്റർപ്രൈസ് മിസ്റ്റർ എക്സിന് 7 ലക്ഷം രൂപ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതല്ലേ, ഇനി ഇതിൽ നിന്ന് പുള്ളി എക്സ് ഒരു 5000 രൂപ പുള്ളിയുടെ ഫാമിലി എക്സ്പെൻസിനായിട്ട് ചെലവാക്കി എന്ന് ഉദ്ദേശിക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പുള്ളിയുടെ പേഴ്സണൽ എക്സ്പെൻസുകൾ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കരുത്. അപ്പൊ പുള്ളി ഒരു 5000 രൂപ എടുത്ത്
പുള്ളിയുടെ ഫാമിലിയുടെ എക്സ്പെൻസിന് ചെലവാക്കിയാൽ ഇത് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൺ ആസ് എ ബിസിനസ്. ഇതൊരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കരുത്. പകരം ഇറ്റ് ഷുഡ് ബി ചാർജ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് പുള്ളി ഈ 7 ലക്ഷം കടപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പൊ ഈ 7 ലക്ഷത്തിൽ നിന്ന് വേണം ഈ 5000 രൂപ കുറയ്ക്കാനായിട്ട്. അതായത് ബിസിനസ് ഈ 5000 പുള്ളിക്ക് റീപേ ചെയ്തു എന്ന രീതിയിൽ വേണം നമ്മൾ അക്കൗണ്ടിങ്ങിൽ കാണിക്കാൻ. അതായത് പുള്ളിയുടെ ഈ 5000 രൂപ റെഡ്യൂസ് ചെയ്യുക. അതായത് ഇതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പറയുന്നത് ഡ്രോയിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾക്കായിട്ട് ബിസിനസിന്റെ കാര്യം അല്ലാതെ പുള്ളി 7 ലക്ഷം കൊണ്ടുവന്ന എന്തിനാണ്? ബിസിനസിന്റെ കാര്യങ്ങൾ നടത്താനാണ്. അപ്പൊ അതിൽ നിന്ന് പുള്ളി 5000 രൂപ പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചാൽ അത് ഈ ഒരു 7 ലക്ഷത്തിൽ നിന്ന് ആ 5000 രൂപ അപ്പൊ പുള്ളിക്ക് എന്താ പറയാ തിരിച്ചു കൊടുത്ത പുള്ളി തുടങ്ങിയ ബിസിനസ് തിരിച്ചു കൊടുത്തതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനെ പറയുന്നതാണ് ഡ്രോയിങ്സ് എന്ന് നമ്മൾ സിമ്പിൾ മീനിങ്സിൽ പറയുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ, ഈ ഒരു 5000ന്റെ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ക്യാപിറ്റലിൽ നിന്ന് ഈ 5000 കുറയും. ലെസ് ഡ്രോയിങ്സ്. ഞാൻ പറഞ്ഞ ഡ്രോയിങ്സ് ഈ 5000 കുറഞ്ഞ പുള്ളിയുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ 6,95,000 ആയി മാറും. പുള്ളി പിന്നെ ഇവിടെ പറയുന്നുണ്ട് പുള്ളി ഈ 5000 രൂപ ക്യാഷ് ആയിട്ടാണ് സ്പെൻഡ് ചെയ്തത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ 7 ലക്ഷത്തിൽ നിന്ന് പുള്ളി എടുത്തതിൽ 5 ലക്ഷം വാങ്ങിച്ചു, ബാക്കിയുള്ളത് പുള്ളിയുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ട്. അപ്പോ പുള്ളിയുടെ ഇത് ഓണറിന്റെ ഈ 5000 കുറയുമെങ്കിലും മീൻസ് ഈ മെറ്റീരിയൽ സെൻസിൽ ഇത് ആക്ച്വലി ക്യാഷ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങനെയാകുമ്പോ 1,95,000 ഈ ക്യാഷിൽ നിന്നും കുറയും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ടാലി ആകുന്നത്. ഇപ്പൊ നിങ്ങൾ 6,95,000 പുള്ളിയുടെ ക്യാപിറ്റലാണ്. അതിൽ 5 ലക്ഷം പുള്ളി മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്തതായിട്ടും ബാക്കി ഉള്ളത് 1,95,000, അതായത് പുള്ളി വിഡ്രോ ചെയ്ത 5000 കുറച്ചിട്ടുള്ള ക്യാഷ് ഇപ്പൊ ബിസിനസ്സിൽ ഉള്ളൂ. അതാണ് 1,95,000. ആ പുള്ളി വലിച്ച 5000 ഈ ക്യാഷിൽ നിന്ന് കുറയുമ്പോഴാണ് ഈ 2 ലക്ഷം ഉണ്ടായിരുന്ന ക്യാഷ് 1,95,000 ആയി മാറുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോവാം. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മണി ടേംസിലാണ് മെഷർ ചെയ്യുന്നത്. കാരണം നമുക്ക് ബിസിനസ്സിൽ എന്തൊരു ഐറ്റം ആണെങ്കിലും അതിന് പല പല യൂണിറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ റോ മെറ്റീരിയൽ ആണെങ്കിൽ ചിലയിടത്ത് കിലോ ആയിരിക്കും, ചില റോ മെറ്റീരിയൽസ് നമ്പേഴ്സ് ആയിരിക്കും. എന്നാൽ ചില ഐറ്റംസ് എന്ന് പറയുന്നത് ഇപ്പൊ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ അതൊക്കെ എണ്ണമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഫ്യുവല് വാങ്ങിച്ചു, അതൊക്കെ അതൊക്കെ ലിറ്റേഴ്സിലായിരിക്കും. മെഷീനറിക്ക് ഫ്യുവല് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച പെട്രോൾ ഡീസലൊക്കെ വാങ്ങിച്ചാൽ അത് ലിറ്റേഴ്സിലായിരിക്കും. അപ്പൊ ഇങ്ങനെ പല പല യൂണിറ്റ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഫിനാൻഷ്യൽസ് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് ഇതിനെല്ലാം നമുക്ക് മണി ടേംസിൽ നമുക്ക് വാല്യൂ ചെയ്തെടുക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽസ് എല്ലാം മോണിറ്ററി മെഷർമെന്റിൽ ചെയ്യുന്നത്. മണി വാല്യൂ അല്ലെങ്കിൽ മണി ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതും മെഷർ ചെയ്യുന്നതും ഒരു യൂണിവേഴ്സൽ ഒരു കോമൺ ഇത് കമ്പയർ ചെയ്യാൻ എല്ലാത്തിനും എളുപ്പത്തിന് വേണ്ടിയാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റിന് റെലവൻസ് വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആസ് പെർ ദിസ് കൺസെപ്റ്റ് only those transactions which can be measured in terms of money are recorded. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഈ എംപ്ലോയീസിന്റെ റോയൽറ്റി ഒന്നും നമുക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നിന്ന് അത് ഒഴിവാക്കുന്നു എന്ന്. Since money is the medium of exchange and the standard of economic value, this concept requires that those transactions alone that are capable of being measured in terms of money only be recorded in the books of accounts. അപ്പം മണി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ എന്ന്. Transaction even if they affect the result of business materially are not recorded if they are not convertible in money terms. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മളത് മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ അത് റെക്കോർഡ് ചെയ്യില്ല എന്ന് പറയുന്നത്.
ഇനിയിപ്പോ ഇതിൽ പറയുന്ന എക്സാമ്പിൾ ബിസിനസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് ഫാക്ടറീസ് ഓൺ ചെയ്യുന്നുണ്ട്. അത് 1 ഏക്കർ സ്ഥലത്താണ് അത് ഓൺ ചെയ്തേക്കുന്നത്. പിന്നെ ഓഫീസ് ബിൽഡിങ്സിൽ 2 ഫ്ലോർസ് ഉണ്ട്, 20 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, 10 യൂണിറ്റ് ഓഫ് മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ പറയാ, ഡിഫറെന്റ് മെഷർമെന്റ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, 2 ഫ്ലോർ എന്ന് പറയുന്നതും 20 കമ്പ്യൂട്ടർ എന്ന് പറയുന്നതും 10 യൂണിറ്റ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത് എന്താ പറയാ, പല പല മെഷർമെന്റ് യൂണിറ്റ്സ് ആണ്. സോ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, എല്ലാം ഒരു കോമൺ ഒരു യൂണിഫോം രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. സോ ഇതെല്ലാം നമുക്ക് എന്താ പറയാ, കോമൺ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ മണിയാണ്. മണിയിൽ നമുക്ക് ഇതെല്ലാം മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഫാക്ടറി ആണെങ്കിൽ ഇപ്പൊ 1 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ വാല്യൂ 50 കോടിയാണെങ്കിൽ നമുക്ക് 50 കോടി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ ബിൽഡിങ്ങിന് 30 കോടി ആണെങ്കിൽ 30 കോടി, ബിൽഡിങ്ങിന്റെ വാല്യൂ 30 കോടി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിന് 10 ലക്ഷം ആണെങ്കിൽ നമുക്ക് 10 ലക്ഷം എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം. പിന്നെ മെഷീൻസിന് എല്ലാത്തിനും കൂടി 10 മെഷീൻസ് ഉണ്ട്, ഒരു മെഷീന് 1 കോടി വെച്ചാണെങ്കിൽ മെഷീൻസിന്റെ കോസ്റ്റ് എത്രയാ, 10 കോടി. അങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോ എന്താ പറയാ, നമുക്കൊരു യൂണിഫോം രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മണി മെഷർമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഈ കൺസെപ്റ്റിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി കനോട്ട് ബി റെക്കോർഡ്. അതായത് ബിസിനസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന വേറെ കാര്യങ്ങളുണ്ട്, വേറെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ മണി ടേംസിൽ അല്ലാത്തതുകൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഓക്കെ, അടുത്തത് ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് ഓഫ് ഓർഗനൈസേഷൻസ് ആർ നോ ഡൗട്ട് asset of but the measurement is not possible. Okay, measuring units for money is taken as the currency of ruling country. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബിസിനസ്സിന് മെഷറിംഗ് യൂണിറ്റ് ഫോർ മണി ഈസ് ടേക്കൺ ആസ് കറൻസി ഓഫ് ദി റൂളിംഗ് കൺട്രി. അതായത് പല പല ഓരോ കൺട്രീസിനും ഓരോ മണിയുടെ ഫോം അല്ലെങ്കിൽ മണിയുടെ എന്താ പറയുക യൂണിറ്റ് എന്ന് പറയുന്നത്, മെഷറിംഗ് യൂണിറ്റ് ഡിഫറെന്റ് ആയിരിക്കില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയാണ്, US ഡോളേഴ്സ് ആണ്, ബ്രിട്ടീഷ് പൗണ്ട് ആണ്. അപ്പോൾ ഇതില് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് മെഷറിംഗ് യൂണിറ്റ് ഫോർ മണിയുടെ മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ് എവിടെയാണോ ആ ഒരു രാജ്യത്തെ കറൻസി ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു കൂട്ടം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ MNC എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടല്ലോ, അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയും. അതായത് പല രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ് ഉള്ള കമ്പനീസ്. ഓക്കെ, അപ്പൊ ഈ കമ്പനീസിന് എന്തായിരിക്കും? എന്റെ ആൻസർ സിമ്പിൾ ആണ്, അവരുടെ ബ്രാഞ്ച്, അതായത് അവരുടെ ബ്രാഞ്ച് ഇതിലാണോ, ഏതൊരു കൺട്രിയിലാണോ, അപ്പൊ ആ ഒരു ബേസിലായിരിക്കും ഇവര് ആ ബ്രാഞ്ചിന്റെ അക്കൗണ്ട്സ് ചെയ്യുന്നത്. ഇനി അവര് ഇതെല്ലാം കൂടി ഒരു കൺസോൾഡേറ്റ് ചെയ്യും. ആ കൺസോൾഡേറ്റ് ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഹെഡ് ഓഫീസിന്റെ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ മെഷറിംഗ് കറൻസി ഏതാണോ അതിന്റെ ബേസിസിലായിരിക്കും കൺസോൾഡേറ്റഡ് ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇതൊക്കെ എന്താ പറയാ, ഇത് ഫ്യൂച്ചറിൽ അഡ്വാൻസ് ഫൈനലിലേക്കും ഇന്റർമീഡിയറ്റിലേക്കും ഒക്കെ പോകുമ്പോൾ ഇത് കൺസോൾഡേറ്റഡ് ഫിനാൻഷ്യൽസ് ഒക്കെ പഠിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, ഒക്കർ അക്രോസ് ഇത് താഴെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. യൂറോയിലാണെങ്കിൽ യൂറോ, അങ്ങനത്തെ കൺവേർഷൻ കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കുക. ഓക്കെ, അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോകാം. അതായത് പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ഒരു ബിസിനസ്, ഓക്കെ, ഈ ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ബിസിനസ്സാണ്. ചിലപ്പോ 10 കൊല്ലമായിരിക്കും അതിന്റെ ആയുസ്, ചിലപ്പോ ഒരു 20 കൊല്ലമായിരിക്കും. ചിലപ്പോ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇറ്റ് ഗോസ് ഓൺ. ഓക്കെ, ജനറേഷൻസ്, സെഞ്ചുറീസ് വരെ ഇങ്ങനെ കൈമാറി പോയേക്കുന്ന ബിസിനസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലതും ഉണ്ട്. ഓക്കെ, സോ എന്താ പറയാ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് തിങ്ക് ചെയ്യാം. ഇതിന് ഇപ്പൊ ഈ ബിസിനസ് നമ്മളപ്പോ ഈ അക്കൗണ്ടിങ് ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്താ? വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് അതിൽ നിന്ന് റിസൾട്ട് എന്താണെന്ന് ഓണേഴ്സിന് അറിയണം.
അപ്പോൾ ഈ ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ തുടരാതെ. എന്താ പറയാ, നമുക്കത് എന്നാ എൻഡ് ചെയ്യണേന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അതോടൊപ്പം തന്നെ കുറെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നു, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുന്നു. അതില് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? ഇല്ലല്ലോ. കാരണം ഇതിന്റെ റിസൾട്ട് അറിയണ്ടേ. ഇപ്പൊ ഈ ഒരു ബിസിനസ് എൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസിന്റെ റിസൾട്ട് അറിയുന്നത് എന്ന് പറഞ്ഞാൽ അതില് ഒരു മീനിങ് ഇല്ലാതെയാവും ഇപ്പൊ. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോ മലയാളത്തിൽ പറയാറില്ലേ, ചത്ത കുഞ്ഞിന്റെ ജാതകം അന്വേഷിക്കണ്ടെന്ന്. ആ ചത്ത കുഞ്ഞിന് നമ്മൾ ജാതകം എഴുതുന്ന പോലെ ആയിരിക്കും എന്താ പറയാ, ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് അവസാനം എല്ലാ ബിസിനസ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രോഫിറ്റ് എത്രയാണ്, നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഏകദേശം എന്താ പറയാ ആ ഒരു അവസ്ഥയായിരിക്കും. സോ ഇങ്ങനെ ഒരു ഇങ്ങനെ നമ്മൾ എന്താ പറയാ അക്കൗണ്ടിങ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ അതിന്റെ റിസൾട്ടുകൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണം. അവിടെയാണ് ഈ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്ന തിയറിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, യൂഷ്വലി നോർമൽ കേസ് സിനാരിയോയില് ഒരു പീരീഡ് ഉണ്ടാവും. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഓരോ പീരീഡ് കഴിയുമ്പോഴും ആ ഒരു പീരീഡിലെ റിസൾട്ട് നമ്മൾ P&L അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു പീരീഡിലെ എന്താ പറയാ പ്രോഫിറ്റ് ആണോ, ഫിനാൻഷ്യൽ റിസൾട്ട് എന്നാണ്, പ്രോഫിറ്റ് ആണോ അതോ സർപ്ലസ് ആണോ അതോ നമുക്ക് ലോസ് ആണോ മുതലായ കാര്യങ്ങളൊക്കെ അറിയും. യൂഷ്വലി നോർമൽ കേസിൽ അത് എപ്പോഴും 1 ഇയർ ആയിരിക്കും. ഓക്കെ, ഈ 1 ഇയറിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നോർമലി ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ മുതൽ എല്ലാ കൊല്ലം 1 ഏപ്രിൽ ടു 31 മാർച്ച് ആയിരിക്കും. ഓക്കെ, അമേരിക്കയിൽ ഇത് ഡിഫറെന്റ് ആണ്. അമേരിക്കയില് അതായത് US ഈ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് 1 ജാൻ ടു 31 ഡിസംബർ, അതായത് ഒരു കൊല്ലം. നോർമൽ കേസാണ് ഇത്, നിർബന്ധമൊന്നുമില്ല. നമ്മൾ യൂഷ്വലി ലോ പ്രകാരമാണെങ്കിലും എപ്പോഴും പറയുന്നത് 1 ഇയർ എന്നാണ്. പക്ഷേ ചിലര് 6 മന്ത്സിന്റെ ഇടയിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറെ കേസ് സിനാരിയോ പറയാണ്, ഈ ലിസ്റ്റഡ് കമ്പനീസിന് അവർ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നത് 1 ക്വാർട്ടറിലാണ്. അതായത് എവരി 3 മന്ത്സ് കൂടുമ്പോൾ അവര് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് P&L കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് എന്താ പറയാ, ജനറലി നമ്മൾ പറയുന്നത് 1 ഇയർ ആണ്. നോർമലി ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നതും ഫിനാൻഷ്യൽ റിസൾട്ട് അറിയുന്നതും 1 ഇയർ ടൈം ഗ്യാപ്പിലാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ഇങ്ങനെ ഒരു പീരീഡുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ബിസിനസിന്റെ വർക്കിങ്ങും സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ അടുത്തൊരു കൊല്ലം അല്ലെങ്കിൽ അടുത്ത ഫ്യൂച്ചർ ബിസിനസിന്റെ ഈ ഒരു റിസൾട്ടിന്റെ ബേസിലായിരിക്കും അവർ ഫ്യൂച്ചർ ആ ബിസിനസിന്റെ ഫ്യൂച്ചർ എന്താകും എന്ന് അവർ ഈ ഓണേഴ്സും അതുപോലെ തന്നെ ടോപ്പ് മാനേജ്മെന്റും ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ആവുന്നത്. ഓക്കെ, നമുക്ക് ഇതിലപ്പോ കീ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ബിസിനസ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് അക്കൗണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട് പീരിയോഡിസിറ്റി കൺസെപ്റ്റ്, അതാണ് ഈ 2 കൺസെപ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഗോയിങ് കൺസേണിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. അപ്പൊ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്: നമ്മളൊരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ നമ്മൾ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെ നമ്മുടെ ബിസിനസിന്റെ റിസൾട്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ഈ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് ഫോർ ബിസിനസ് എൻറ്റിറ്റി ഇറ്റ് കോസ് ഇൻകൺവീനിയൻസ് ടു മെഷർ പെർഫോമൻസ് അച്ചീവ്ഡ് ബൈ എൻറ്റിറ്റി ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഓക്കെ,
അതായത് കണ്ടോ, ഇവിടെ ടെക്സ്റ്റൈൽ മില്ലൊക്കെ 100 വർഷമൊക്കെ ചില ഓടുന്ന ടെക്സ്റ്റൈൽ മിൽസ് ഉണ്ട്. അപ്പൊ 100 വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് അറിയാവുന്ന ചിലപ്പോ ഇത് തുടങ്ങിയ ആള് ആ സമയത്ത് ഉണ്ടായെന്ന് വരില്ല. പുള്ളിയുടെ ജനറേഷൻസ് ആയിരിക്കും, ഫ്യൂച്ചർ ജനറേഷൻസ് ആയിരിക്കും ഇപ്പൊ നടത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ പുള്ളി അന്ന് എന്ത് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കണേ, പുള്ളി ഉദ്ദേശിച്ച ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, ഇതൊന്നും നമുക്ക് 100 വർഷം കഴിഞ്ഞ് ഈ ഒരു ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്താൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ വർഷവും ഇതിന്റെ റിസൾട്ട് എന്താണ്, ഓരോ വർഷവും എന്താ ഇത് ലാഭത്തിലാണോ അതോ നഷ്ടത്തിലാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പീരിയോഡിസിറ്റി കൺസെപ്റ്റിന്റെ ഉദ്ദേശം. പറയണ്ട, എ സ്മോൾ ബട്ട് വർക്കബിൾ ഫ്രാക്ഷൻ ഓഫ് ടൈം ഇസ് ചൂസൺ ഔട്ട് ഓഫ് ഇൻഫിനിറ്റ് ലൈഫ് സൈക്കിൾ ഓഫ് ബിസിനസ് എൻറ്റിറ്റി. അതായത് ഈ സ്മോൾ വർക്കബിൾ ഫ്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് നോർമലി 1 year ആണ്. ബട്ട് ഡിപ്പെൻസ് ഓൺ ദി ബിസിനസ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അത് വേരി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് ജനറലി 1 period is taken up for performance of measurement appraisal of financial position. However, it may also be 6 months അല്ലെങ്കിൽ 9 months ആവാം, 15 months ആവാം, ഡിപ്പെൻസ് ഓൺ ദി സിനാരിയോ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ് ആഫ്റ്റർ എവരി പീരിയഡ് ആൻഡ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി യൂഷ്വലി ദിസ് പീരിയഡ് ഇസ് 1 calendar year. വി ജനറലി ഫോളോ, അതായത് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന 1st April മുതൽ 31st March വരെയാണ്. ബട്ട് വേറെ കേസിൽ ഞാൻ പറഞ്ഞ US-ലൊക്കെ 1st Jan to 31st December വരെയൊക്കെയാണ് ഈ ഒരു പീരീഡ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഫെസിലിറ്റി. ഇനി ഈ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ്, അഡ്വാൻറ്റേജസ് ആണോ ഉള്ളതെന്ന് നോക്കാം. അത് കമ്പയർ ചെയ്യാൻ, ഡിഫറെന്റ് പീരീഡ്സിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ യൂണിഫോം ആൻഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ അസർട്ടൈനിങ് പ്രോഫിറ്റ് ആൻഡ്, അതായത് ഒരു കൊല്ലം മുമ്പത്തെ കൊല്ലം ഉപയോഗിച്ച സെയിം പോളിസി തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ച് പോകാൻ പറ്റുന്നത് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. പിന്നെ മാച്ചിങ് പീരിയഡ് റവന്യൂസ് വിത്ത് എക്സ്പെൻസസ് ഫോർ ഗെറ്റിംഗ് കറക്റ്റ് റിസൾട്ട്. അതായത് ഓരോ പീരിയഡിലെ റവന്യൂവും പ്രോഫിറ്റും എക്സ്പെൻസും എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എന്ന്. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ് പറയുന്നത് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഈ കൺസെപ്റ്റ് പറയുന്നത് ദ എഫക്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ഓൺ മെർക്കൻഡൈൽ ബേസിസ് എന്നാണ് പറയാം. അതായത് when they occur and not when cash equivalent is received or paid. ഓക്കെ, അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. ഇപ്പോ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഓക്കെ, ഇവര് ഈ ഒരു പാർട്ടി ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷന് 10 ലക്ഷം രൂപയുടെ സെയില് നടത്തി. ഓക്കെ, 10 ലക്ഷം രൂപയുടെ സെയിൽ നടത്തി. സോ നോർമലി എന്താ പറയാ, നമ്മൾ ഈ ബിസിനസ്സിൽ ഒരിക്കലും നമ്മൾ തിങ്ക് ചെയ്യരുത്, അതായത് നമ്മൾ ഈ ഒരു 10 ലക്ഷം രൂപയുടെ സെയിൽ നടത്തുമ്പോൾ ഈ ബി ലിമിറ്റഡ് അപ്പൊ തന്നെ 10 ലക്ഷം രൂപയുടെ ചെക്കോ ക്യാഷോ എ ലിമിറ്റഡിന് കൈമാറും എന്ന് ഒരു നിർബന്ധവുമില്ല. ബി ലിമിറ്റഡ് പറയും ഓക്കെ, ഞങ്ങൾ ഇത്രയും വലിയ പർച്ചേസ് എയിൽ നിന്ന് നടത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 മാസത്തെ ഗ്യാപ്പ് വേണം പേയ്മെന്റ്. ഈ 10 ലക്ഷം തിരിച്ചടയ്ക്കാൻ, ഏകദേശം 2 months 2 മാസത്തെ ഗ്യാപ്പ് വേണമെന്ന് ബി ലിമിറ്റഡ് എ ലിമിറ്റഡിനോട് പറയും. അവരെ സംബന്ധിച്ച് എന്താ, 10 ലക്ഷത്തിന്റെ ഒറ്റയടിക്ക് സെയിൽ നടന്നതാണ്. അപ്പൊ നോർമലി ഈ ഒരു സെയിൽ, ഈ ഒരു റവന്യൂ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി എ ലിമിറ്റഡ് പറയും ഓക്കെ 2 മാസം കഴിഞ്ഞ് തന്നാൽ മതി. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 10 ലക്ഷത്തിന്റെ സെയില് അത് എപ്പോൾ റെക്കോർഡ് ചെയ്യണം? അതായത് ഇപ്പൊ ഫസ്റ്റ് ഏപ്രിലിനാണ് ഇവർ ഈ സെയിൽ നടത്തിയതെങ്കിൽ 1st April റെക്കോർഡ് ചെയ്യണോ അതോ 2 മാസം കഴിഞ്ഞിട്ട്, അതായത് 1st ജൂണിൽ റെക്കോർഡ് ചെയ്യണോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഓക്കെ, അപ്പോഴാണ് എവിടെയാണ് നമ്മുടെ ഈ
അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അക്രൂവൽ കൺസെപ്റ്റ് പറയുന്നത് ഈ സെയിൽ എപ്പോഴാണോ നടന്നത്, അതായത് ഫസ്റ്റ് ഏപ്രിലിൽ എപ്പോഴാണോ ഈ ഒരു സെയിൽ നടന്നത് ആ ഡേറ്റിൽ തന്നെ ഫസ്റ്റ് ഏപ്രിലിൽ തന്നെ ഈ ഒരു സെയിൽ ബുക്ക് ചെയ്യണം എന്നുള്ളത്. മനസ്സിലായോ? അല്ലാതെ ക്യാഷ് കിട്ടിയിട്ടല്ല ഒരിക്കലും നമ്മൾ ഈ സെയിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. പകരം ഈ സെയില്, അതായത് നമ്മുടെ ഗുഡ്സ് എപ്പോഴാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്, എപ്പോഴാണോ ഇതിന് ഇൻവോയ്സ് അടിച്ചത്, ആ ഡേറ്റ് വെച്ച് വേണം നമ്മൾ ഈ സെയിൽ റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ ഓക്കെ സോ ഇൻ എ ബേസിക് ലേമാൻ എന്താ പറയാ വേർഡ്സിൽ പറയുമ്പോൾ, എപ്പോഴാണോ സെയില് മാത്രമല്ല, എപ്പോഴാണോ ആ ഒരു ഇൻകം ഒക്കർ അയക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ആ ഒരു എക്സ്പെൻസ് ഇൻകർ അയക്കുന്നത്, ഈ സമയത്ത് തന്നെ ആ ഒരു എക്സ്പെൻസും സെയിലും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ക്യാഷ് കിട്ടിയോ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തോ, ഇറ്റ് ഡസൻ മാറ്റർ. ഓക്കെ, എപ്പോഴാണോ ആ എക്സ്പെൻസ് ഇൻകർ ചെയ്തത് ആ ഡേറ്റിൽ തന്നെ അക്കൗണ്ട്സിൽ നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു സെയിൽ നടന്ന കാര്യം, അല്ലെങ്കിൽ എന്താ പറയുക ഈ റവന്യൂ ഇൻക്വയർ ആയ കാര്യം, അല്ലെങ്കിൽ ഈ എക്സ്പെൻസ് നമ്മൾ കൊടുത്ത കാര്യം റെക്കോർഡ് ചെയ്തിരിക്കണം. എപ്പോഴും ഓർത്തിരിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ കൺസെപ്റ്റ് ആണ് അക്രൂവൽ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇത് വായിച്ചു നോക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ്. Financial statements are prepared on accrual basis, inform users not only of past events involving the payment and receipt, but also of obligation to pay cash in the future and of resource that represent cash to be received. അതായത് ഇങ്ങനെ നമ്മൾ സെയിൽ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു മിനിറ്റ്. ഇങ്ങനെ നമ്മൾ സെയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അതായത് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് സെയില് ചെയ്തു എന്നും, അതുപോലെ തന്നെ ബി ലിമിറ്റഡിൽ നിന്ന് എ ലിമിറ്റഡിലേക്ക് എന്താ പറയാ ഈ 10 ലക്ഷം രൂപ കിട്ടാനുണ്ട് എന്നുള്ള രീതിയിലും കൂടിയാണ് ഈ ഒരു ഇതിന്റെ റെക്കോർഡിങ്, മീൻസ് ഇതിന്റെ ജേർണൽ എൻട്രി കാര്യങ്ങളൊക്കെ റെക്കോർഡിങ് നടക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ഇൻഡയറക്ട്ലി നമ്മുടെ എന്താ പറയാ നമ്മുടെ യൂസേഴ്സ്, ഫിനാൻഷ്യൽസിന്റെ യൂസേഴ്സിനോട് പറയുന്നത് എന്താണ്? അതായത് ഇൻവോൾവിങ് ഇങ്ങനൊരു സെയിൽ നടന്നിട്ടുണ്ടെന്നും നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാഷ് കിട്ടാനുണ്ട് എന്നുമാണ് നമ്മൾ അതുവഴി നമ്മൾ നമ്മുടെ യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, അതാണ് ഈ ഇപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്ന പോർഷനിൽ പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഈ അക്രൂവൽ അസംഷൻസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ബിസിനസിന്റെ നേച്ചർ, റവന്യൂവിന്റെ നേച്ചറും എക്സ്പെൻസിന്റെ നേച്ചറും അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഓക്കെ, റവന്യൂ എന്ന് പറയുന്നത് എന്താ? ഗ്രോസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ് റിസീവബിൾ ആൻഡ് അതർ കൺസിഡറേഷൻ. അതായത് ക്യാഷ് മാത്രമല്ല, ഈ റവന്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ക്യാഷ് വരുന്നത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതും നമ്മുടെ റവന്യൂ ആയിട്ട് വരും. അതുപോലെ തന്നെ അതർ കൺസിഡറേഷൻ, വേറെ എന്തെങ്കിലും നമുക്ക് കമ്മീഷൻ ആയിട്ടോ മുതലായ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മുടെ റവന്യൂ ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ചു വയ്ക്കാൻ മതി. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈ അക്രൂവൽ കൺസെപ്റ്റിലാണ് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻസ് ഈക്വൽ ടു പ്രോഫിറ്റ്. സിമ്പിൾ ആണ്. ഈ 10 ലക്ഷം രൂപ, അതായത് ഈ അക്രൂവൽ കൺസെപ്റ്റ് പറയുന്നത് നമ്മളിപ്പോ എന്താ പറയാ, ഈ സെയിൽ ഒരു 10 ലക്ഷം നേരത്തെ നടന്നല്ലോ ബേ ലിമിറ്റഡ്. അപ്പോ ഈ സെയില് ഒരു ഗുഡ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സെയിൽ നടന്നത് 10 ലക്ഷമാണ്. അപ്പൊ ഈ ഗുഡ്സ് വാങ്ങിച്ചതിനൊരു പൈസ ഉണ്ടാവുമല്ലോ, അതായത് കോസ്റ്റ് ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് നമ്മൾ ഇൻകർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, വാങ്ങിച്ചിട്ട് നമ്മൾ വിറ്റു. ഓക്കെ, അപ്പോ ഇതൊരു 5 lakh ആണ് എന്ന് നിങ്ങൾ ഊഹിക്കാം. അതായത് 5 ലക്ഷത്തിന് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു, അത് നമ്മൾ 10 ലക്ഷത്തിന് വിറ്റു. അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? അതിനെയാണ് പറയുന്നത് പ്രോഫിറ്റ് എന്ന്. അതായത് 10 lakh മൈനസ് 5 lakh. ഓക്കെ, അതായത് 10 lakh
മൈനസ് 5 ലാക്ക് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 ലാക്ക് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അക്രൂവൽ കൺസെപ്റ്റ് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻസ്, റവന്യൂ ആയ സെയിൽസ് മൈനസ് അത് പർച്ചേസ് ചെയ്ത എക്സ്പെൻസ് അത് ഈക്വൽ ടു പ്രോഫിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പക്ഷെ ക്യാഷ് ബേസിൽ ഇങ്ങനെയല്ല. ക്യാഷ് ബേസിന്റെ ഇതിൽ നോക്കുമ്പോൾ എന്താ പറയുക, ഒരു ഇയറിൽ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തും ക്യാഷ് പേ ചെയ്തും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. അതായത് ഓക്കെ, അത് എന്താ പറയാ, അതിലെ മിസ്റ്റേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ ഞാൻ അത് പറഞ്ഞുതരാം. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ പോലെ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് എത്ര കൊടുത്തു? 10 ലക്ഷത്തിന്റെ സാധനങ്ങൾ കൊടുത്തു. ബി ലിമിറ്റഡ് എന്താ പറയാ, അപ്പൊ ഒരു ജസ്റ്റ് ഒരു ഡൗൺ പേയ്മെന്റ് എന്ന രീതിയിൽ 1 ലക്ഷം പേ ചെയ്തു. ഓക്കെ, പുള്ളി അപ്പൊ എന്താ പറയാ 1 ലക്ഷം അപ്പൊ തന്നെ പേ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ബാക്കി 9 ലക്ഷം എന്താ പറയാ അടുത്ത കൊല്ലം തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ക്യാഷ് കൺസെപ്റ്റില് നോക്കുമ്പോൾ ഇതിന്റെ പ്രോഫിറ്റ് എന്തായിട്ട് വരും? നമ്മള് കൊടുത്തത് 10 ലക്ഷത്തിന്റെ സാധനം. ഓക്കെ, നമുക്ക് കിട്ടിയതാ 1 ലാക്കിന്റെ സാധനം. ഇൻഫ്ലോ എത്ര? 1 ലാക്ക്. ഓക്കെ, ഇത് വാങ്ങാൻ എത്ര വന്നു? 5 ലാക്ക്. 5 ലാക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു ആ കൊല്ലം. എന്നിട്ട് എന്താ, നമ്മൾ 10 ലക്ഷത്തിന്റെ സാധനം വിറ്റു, പക്ഷെ നമുക്ക് 1 ലക്ഷം കിട്ടും. അപ്പോ എന്താ പറയാ, ഇത് പ്രോഫിറ്റ് ആയിരിക്കില്ല, ഇത് ക്യാഷ് ലോസ് എന്ന് പറയും. ഓക്കെ, ക്യാഷ് ലോസ് 4 ലാക്ക് വന്നു എന്നുള്ള രീതിയിൽ. ഇത് ആക്ച്വലി എന്താ പറയാ തെറ്റാണ്. കാരണം 10 ലക്ഷത്തിന്റെ സാധനം പോയി, ഇത് ഫ്യൂച്ചറിൽ കിട്ടും. അതിപ്പോ നമ്മൾ ഇപ്പൊ എന്താ പറയാ റിയലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇനി എന്താ പറയാ ഈ ഒരു ബേസിൽ പോവാണെങ്കിൽ ബി ലിമിറ്റഡ് എത്ര തരാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ സെയില് നമ്മുടെ എത്ര നമ്മൾ നോക്കുമ്പോ എന്താ 1 ലക്ഷത്തിന്റെ ഒരു യൂസർ നോക്കുമ്പോ 1 ലക്ഷത്തിന്റെ സാധനം പോയി, പക്ഷെ അത് വാങ്ങാൻ 5 ലക്ഷം. ഇതെന്താ, ഇത് 5 ഇരട്ടിയോ? അപ്പൊ അത് എന്താ പറയാ ഒരു കറക്റ്റ് ഫിനാൻഷ്യൽ റിസൾട്ട് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ബേസിസ് ഫോളോ ചെയ്യാതെ ഈ ക്യാഷ് ബേസിസ് ഫോളോ ചെയ്യാതെ അക്രൂവൽ കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇത് പറയുന്നത് അത് കാരണം മൂലം വരുന്ന ടൈം ഓഫ് റവന്യൂ അത് എക്സ്പെൻസ് ബുക്കിംഗിൽ വരുന്ന ഡിഫറൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാച്ചിങ് കൺസെപ്റ്റ് ആണ്. മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത് all expenses matched with the revenue of the period should be taken into consideration എന്നാണ്. അതായത് ഇത് നമ്മൾ നേരത്തെ അക്രൂവൽ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഇൻഡയറക്ട്ലി പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മൾ 10 ലക്ഷത്തിന്റെ സെയിൽ നടന്നല്ലോ. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്രയാ 9 ലക്ഷം പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ അത് ആ ഒരു സെയിം പീരീഡിൽ തന്നെ റെക്കോർഡ് ചെയ്യണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇൻ എ സെൻസ് ഇത് ഇത്രയും കൂടി മനസ്സിലാക്കാൻ രീതിയിൽ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, നമ്മള് എ ലിമിറ്റഡ് ഇവര് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എത്ര? 10 ലക്ഷത്തിന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിന് 5 ലക്ഷം കോസ്റ്റ് വരുന്നത്, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, 5 ലക്ഷം കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഈ 10 ലക്ഷം പർച്ചേസ് ചെയ്തതിൽ 5 ലക്ഷം കോസ്റ്റ് വരുന്ന ഗുഡ്സ് നമ്മള് 7 ലക്ഷത്തിന് സെയിൽ നടത്തി. ആർക്ക്? ബി ലിമിറ്റഡിന്. ഓക്കെ, ബി ലിമിറ്റഡിന് സെയിൽ നടത്തി. ഓക്കെ, ഇതില് നമ്മള് എങ്ങനെ റെക്കോർഡ് ചെയ്യും? അതായത് സെയില് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ സെയിൽ എത്രയാണ് കാണിക്കേണ്ടത്? നമുക്കറിയാം സെയിൽ കാണിക്കേണ്ടത് 7 ലക്ഷമാണ്. ഓക്കെ, 7 ലക്ഷം സെയിൽ കാണിക്കും. ഇനിയാണ് എന്റെ ചോദ്യം,
നമ്മൾ ഇതിന്റെ കോസ്റ്റ് പർച്ചേസ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് എത്രയാണ്? പർച്ചേസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. 10 ലക്ഷമാണോ അതോ 5 ലക്ഷമാണോ? നമ്മൾക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്രയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കോസ്റ്റ് ആണ് നമ്മൾ കണ്ടത്, അതായത് 5 ലാക്ക്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് 2 ലാക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ അപ്പൊ ഈ 10 ലക്ഷം വാങ്ങിച്ചിട്ട് നമ്മൾ 7 ലക്ഷം വിറ്റു, അപ്പൊ ആക്ച്വലി ലോസ് അല്ലേ വരുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കുക, ആ 10 ലക്ഷം നമ്മൾ വിറ്റിട്ടില്ല, അതിൽ 5 ലക്ഷം നമ്മൾ വിറ്റിട്ടുള്ളൂ. അപ്പൊ ബാക്കി 10 ലക്ഷമാണ് ഇൻവെന്ററി അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ബുക്സിൽ കാണിക്കുന്നത്. ഓക്കെ, കാരണം അത് ഫ്യൂച്ചറിൽ വിറ്റ് പോകുന്നതുകൊണ്ട് ആ ഒരു സാധനം ആ കോസ്റ്റിൽ തന്നെ 5 ലക്ഷമാക്കി കാണിച്ചിട്ട് നമ്മളത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ മാച്ച് ചെയ്തിടണം. അതായത് നമ്മൾ വിറ്റതും അതിന്റെ കോസ്റ്റും മാച്ച് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. അങ്ങനെ മാച്ച് ചെയ്ത് വേണം നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് നമ്മുടെ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതാണ് ഈ മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓൾ എക്സ്പെൻസസ് മാച്ച്ഡ് വിത്ത് ദ റവന്യൂ ഓഫ് ദി പീരീഡ് ഷുഡ് ഓൺലി ബി ടേക്കൺ ഇൻ ടു കൺസെപ്റ്റ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്ത 10 ലക്ഷം അല്ല കൺസിഡർ ചെയ്യേണ്ടത്, പകരം 5 ലക്ഷമാണ് എന്താ പറയാ ആ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, ദിസ് കൺസെപ്റ്റ് is based on accrual concept as it consider the occurrence of expense and income do not concentrate on actual inflow. അതായത് ഈ മാച്ചിങ് കൺസെപ്റ്റും അക്രൂവൽ കൺസെപ്റ്റും എന്താ പറയാ ആ ഒരു അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ മാച്ചിങ് കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് എല്ലാ എക്സ്പെൻസും ആ ഒരു ഇൻകം ആയിട്ട്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്കിന്റെ കേസ്, സ്റ്റോക്കിൽ നിന്ന് അതിന് ഒരു ഇൻകം ജനറേറ്റ് ആയിട്ടില്ല, അത് ഫ്യൂച്ചറിൽ ജനറേറ്റ് ആവുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് കാണണം. അപ്പൊ എല്ലാ എക്സ്പെൻസിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇൻകം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസ് റെക്കോർഡ് ചെയ്ത് പോകാം. ഓക്കെ, സോ ഇനി താഴെ കൊടുക്കുന്നത് കുറച്ച് എക്സാമ്പിൾ ഒക്കെയാണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ ഏറ്റവും കൂടി എന്താ പറയാ ഇലാബറേറ്റ് ചെയ്തേക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഈ ഒരു എക്സാമ്പിളില് റവന്യൂ റിലേറ്റ് ഓൺലി സെയിൽ ഓഫ് ഓക്കെ ഇത് പറയുന്നത് 8 പീസ് ഓഫ് ഗാർമെന്റ് സെയിൽ ചെയ്തു എന്നാണ്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. ഓക്കെ, മിസ്റ്റർ പി കെ സ്റ്റാർട്ടഡ് ക്ലോത്ത് ബിസിനസ്. പുള്ളി 10 ഗാർമെന്റ്സ് വാങ്ങിച്ചു. ഓക്കെ, 100 രൂപയ്ക്ക്. അപ്പോ ഇതിന്റെ കോസ്റ്റ് എത്രയായി? 10 ലക്ഷം രൂപ. ഓക്കെ, അതില് പുള്ളി 8 പീസ് 150 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, അപ്പൊ 8 പീസ് 150 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 12 ലക്ഷം രൂപ സെയിൽ നടന്നു. ഓക്കെ, ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരീഡ് 12 months. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പുള്ളി ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ ഒരു ഷോപ്പ് റെന്റിന് എടുത്തായിരുന്നു. അതിന് 3000 രൂപ വെച്ച് പുള്ളി 11 മാസം പേ ചെയ്തു. പുള്ളി വർക്ക് ചെയ്തത് 12 മാസം, പക്ഷെ പുള്ളി 11 മാസത്തെ റെന്റ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയപ്പെടുന്നു. പിന്നെ പുള്ളിയുടെ സപ്ലയർക്ക് 8 ലക്ഷം രൂപ, അതായത് 10 ലക്ഷം രൂപ പുള്ളി വാങ്ങിച്ചു. 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പുള്ളി പർച്ചേസ് ചെയ്തു. അതിൽ സപ്ലയർക്ക് ഇതുവരെ 8 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി എന്താണ്? പുള്ളി അവർക്ക് കൊടുക്കാനുള്ളതാണ്, പേയബിൾ ആയിട്ട് നിൽക്കും 2 ലക്ഷം രൂപ. ഓക്കെ, പിന്നെ പുള്ളിക്ക് 10 ലക്ഷം രൂപ, അതായത് ഇവിടെ നമ്മൾ 12 ലക്ഷം രൂപയുടെ സാധനം വിട്ടല്ലോ, അതിൽ 10 ലക്ഷം രൂപയാണ് കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടിയത്. ബാക്കി 2 ലക്ഷം എന്താണ്? റിസീവബിൾ ആണ്, കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടാനുള്ള പൈസയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഇതിൽ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് നോക്കാം, ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8000 ഇതെന്ന് പറയുന്നത്
ഇതെന്ന് പറയുന്നത് വേറൊന്നല്ല, 8000 യൂണിറ്റ്സ് നമ്മൾ 150 രൂപയ്ക്ക് വിറ്റു. അപ്പൊ 12 ലക്ഷം രൂപ നമുക്ക് കിട്ടി. ഓക്കെ, ഇതില് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് എത്രയാ? 8 ലക്ഷം രൂപ. ഈ 8 ലക്ഷം എങ്ങനെയാ വന്നത്? നമ്മൾ ഈ 8000 ഗാർമെന്റ്സ് അല്ലേ വിറ്റത്. ഓക്കെ, ഈ 8000 ഇത് പർച്ചേസ് ചെയ്യാൻ എത്ര വന്നു? 100 രൂപ വെച്ചിട്ട്. മുകളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ 8000 യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തത് 100 രൂപയ്ക്കാണ്. അപ്പൊ മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ഇവിടെ എക്സ്പെൻസ് ആയിട്ട് എത്രയാണുള്ളത്? 8 ലക്ഷമാണ്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ ഷോപ്പിന് റെന്റ് എത്രയാ? 36,000 ആണ്. അതെങ്ങനെയാ വന്നതെന്ന് വെച്ചാ ഇവിടെ പറയപ്പെടുന്നത് എന്താ പറയുന്നത്, പുള്ളി 3000 രൂപ വെച്ച് 11 മാസം കൊടുത്തു എന്നാണ്. അപ്പൊ എത്രയാ വരേണ്ടത്? 33,000 അല്ല വരുന്നത്. പിന്നെ എങ്ങനെ 36,000 വരുന്നത്? ആക്ച്വലി പുള്ളി ഇത് പേ ചെയ്താണ്. ഇത് ക്യാഷ് ബേസിസിലാണ് പറയുന്നത്. 3000 രൂപ പുള്ളി 11 മാസം പേ ചെയ്തത്. പക്ഷെ പുള്ളി 11 മാസമാണോ അവിടെ വർക്ക് ചെയ്തത്? അല്ല, പുള്ളി ആക്ച്വലി 12 മാസം വർക്ക് ചെയ്തു. അപ്പോ ആ എക്സ്പെൻസ് ആയ 36,000 3000 ഇൻറ്റു 12 നോക്കേണ്ടത്. അതാണ് അക്രൂ ആയിട്ടുള്ള എന്താ പറയാ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയാണ് നമ്മളിവിടെ എന്താ പറയാ ഇതിന്റെ അർത്ഥം ഇതാണ്. അതായത് ഈ 12 ലക്ഷം രൂപ സെയില് വന്നപ്പോൾ നമുക്ക് വന്നേക്കുന്ന എന്താ പറയാ അത് പർച്ചേസ് ചെയ്യാനുള്ള എക്സ്പെൻസ് 8 ലക്ഷം. എന്നാൽ അതിനു വേണ്ടി നമ്മൾ ആ റെന്റ്, ആ 12 ലക്ഷത്തിന്റെ സെയില് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ആ റെന്റ് ആ കടമുറി നമ്മൾ വാടകയ്ക്ക് എടുത്തതിന് ആക്ച്വലി 36,000 രൂപ വന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ 36,000 രൂപ ഇങ്ങനെയാണ് ഇവിടെ 36,000 വന്നത്. ഓക്കെ, സോ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അക്രൂവൽ ബേസിൽ ഇത് വരുന്നത് 8,36,000 ആണ്. ഓക്കെ, അപ്പൊ 12 ലക്ഷത്തിൽ നിന്ന് 8,36,000 കുറയ്ക്കുമ്പോൾ 3,64,000 വരും. ഇതാണ് പറയപ്പെടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഡിറൈവ് ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്ത് വരുന്ന അസറ്റിന്റെയും ലയബിലിറ്റീസിലും ഉള്ള ചേഞ്ചസ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കുറച്ചും കൂടി പോയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ കൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള കൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ അസറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ ആ കൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ആ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ എല്ലാം കൂടി ഒന്നും കൂടി വായിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താ പറയാ അക്കൗണ്ടിങ്ങിന്റെ ബേസിനെ പറ്റി നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, സോ ഇനി പറയാൻ പോകുന്ന കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇത് നമ്മൾ നേരത്തെ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഉണ്ടെന്ന്. അതിന്റെ പേരാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് അതായത് ഒരു ബിസിനസ് നമ്മൾ എന്താ പറയാ റെക്കോർഡ് ചെയ്യുമ്പോൾ, നമ്മളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്താ പറയാ ബിസിനസ് നാളെ നിന്ന് പോകും എന്നുള്ള വിശ്വാസത്തിൽ റെക്കോർഡ് ചെയ്ത് പകരം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്റർപ്രൈസ് ആണ് എന്നുള്ള ഒരു അസംഷനിൽ വേണം നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഓരോരോ റെക്കോർഡിങ്ങും പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെയാണ്. ദ വാല്യുവേഷൻ ഓഫ് അസെറ്റ്സ് ഓഫ് എ ബിസിനസ് എൻറ്റി ഈസ് ഡിപെൻഡന്റ് ഓൺ ദിസ് കൺസെപ്റ്റ്. അതായത് നമ്മള് ഇപ്പോ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് മിസ്റ്റർ എക്സ് പർച്ചേസ് ചെയ്തു ഒരു മെഷീനറി, 5 ലക്ഷം രൂപ കൊടുത്തു. അതായത് 7 ലക്ഷം രൂപയുടെ സാധനമാണ്, പക്ഷെ 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പുള്ളി അത് വാങ്ങിച്ചത്. ബാക്കി 2 ലക്ഷം പിന്നെ തരാം എന്നുള്ള ബേസില്. അപ്പോ എന്താ പറയാ സോറി ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് മിസ്റ്റർ എക്സ് പർച്ചേസ് എ മെഷീനറി ഫോർ ഹിസ് ബിസിനസ് പെയിങ് 5 ലക്ഷം. 5 ലക്ഷം കൊടുത്തിട്ട് വാങ്ങിച്ചു. പുള്ളിയുടെ കയ്യിൽ എത്രയുണ്ട്? 7 ലക്ഷമാണ് ഇതുള്ളത്. ക്യാപിറ്റൽ ഉള്ളത് 7 ലക്ഷമാണ്. ഈ 7 ലക്ഷം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ് കേട്ടോ, സോറി.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പുള്ളി ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആയിട്ട് ആ മെഷീനറി കൊണ്ടുവരാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഉള്ള ചാർജ് ആയിട്ട് 20,000 പുള്ളി കൊണ്ടുവന്നു. അപ്പോ ഇതിന്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ഇവിടെ ലയബിലിറ്റി വരും, ഇവിടെ അസെറ്റ് വരും, ഇവിടെ നമ്മൾ എമൗണ്ട് എഴുതും. ഓക്കെ. അപ്പൊ ഇതില് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇത് എത്ര പുള്ളി ഇൻവെസ്റ്റ് ചെയ്തത്? 7 ലക്ഷമാണ്. പുള്ളി ഇൻവെസ്റ്റ് ചെയ്തത് 7 ലക്ഷമാണ്. അപ്പൊ ആ 7 ലക്ഷം നമ്മളിവിടെ ക്യാപിറ്റൽ ആയിട്ട് കാണിച്ചു. ഓക്കെ. ഇനി മെഷീനറി കൊണ്ടുവന്നിട്ട് 5,70,000. ഈ 5,70,000 എങ്ങനെ? പുള്ളി 5 ലക്ഷത്തിന് വാങ്ങിച്ചു. പിന്നെ ഈ ഇൻസ്റ്റലേഷൻ ചാർജസ് എല്ലാം കൂടി 70,000 അല്ലേ? അത് എന്തിനാ ഇൻക്വയർ ചെയ്തേക്കുന്നത്? ഈ ഒരു മെഷീനറിക്ക് വേണ്ടി തന്നെയാണ്. സോ ആ മെഷീനറിയുടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ അത് കാണിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കി എത്രയുണ്ട് പുള്ളിയുടെ ക്യാഷ് ആയിട്ട്? 1,70,000. അതായത് 7 ലക്ഷം മൈനസ് 5,70,000 മൈനസ് അതിന്റെ ബാലൻസ് വരുന്നത് 1,30,000. ഇത് ടാലി ആയിരിക്കണം. ഓക്കെ. അതായത് പുള്ളി 7 ലക്ഷം കൊണ്ടുവന്നു, അതിൽ നിന്നാണ് നമ്മൾ 5,70,000 മെഷീനറിക്ക് വേണ്ടി ചെലവാക്കിയത്. ബാക്കി ക്യാഷ് 1,30,000. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി ഞാൻ താഴെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ ഡിഫറെന്റ് ആയിട്ട് ഞാൻ തിങ്ക് ചെയ്യാൻ പോവാണ്. ഈ ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. ഒരു എന്താ പറയാ ഒരു 2 കൊല്ലം ഈ ബിസിനസ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി. ഓക്കെ. സോ ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മള് വേറെ ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. 2 കൊല്ലം അവര് ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോയി. ഓക്കെ. ക്യാപിറ്റൽ എല്ലാം സെയിം തന്നെ. പക്ഷെ എന്താ പറയാ ഈ മെഷീനറി ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അതായത് ഈ മെഷീനറി ഇപ്പോൾ ആക്ച്വലി മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഉപയോഗിക്കാൻ പറ്റും, നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഈ മെഷീനറി ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. സോ ഈ 5,70,000 നമ്മളിവിടെ കാണിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ അതൊക്കെ മാറ്റി വയ്ക്കാം. ഇനി ഈ 5,70,000 നമ്മൾ കാണിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ആക്ച്വലി ഉണ്ട്. കാരണം മാർക്കറ്റിൽ നിന്ന് ഇത് പോയിരുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും ഇതിന്റെ വാല്യൂ 5,70,000 ആണ്. ഓക്കെ. അതായത് നാളെ ഞാൻ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും ഈ അസറ്റ് അവിടെ ഉണ്ട്, എന്റെ പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യും. നമ്മുടെ ബിസിനസിനെ ഇത് അഫക്ട് ചെയ്യുന്നില്ല. അതായത് ബിസിനസ് ഫ്യൂച്ചറിൽ ഗോയിങ് ഓൺ ആണ്. അൺലെസ് നാളെ ഞാനിപ്പോ പെട്ടെന്ന് എനിക്ക് ഭയങ്കര കടബാധ്യത ഉണ്ട്, അപ്പൊ ഞാൻ ഈ ബിസിനസ് കെട്ടിപ്പൂട്ടാണ്. അങ്ങനെ വരുമ്പോ മാത്രമാണ് ഇത് റീസെയിൽ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുക. അപ്പൊ മാത്രമാണ് ഇതിന്റെ വാല്യൂ 0 ആയിട്ട് വരുള്ളൂ. കാരണം നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന് വാല്യൂ ഇല്ല, അങ്ങനെ നമ്മളാണ് 0. അല്ലാത്ത സമയം ഈ ബിസിനസ് ഗോസ് ഓൺ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഗോ ചെയ്യും എന്നാണ് ഗോയിങ് കൺസേണിൽ പറയുന്നത്. സോ നമ്മുടെ ഈ മെഷീനറിയുടെ വാല്യൂ എന്താ പറയാ ഈ ഒരു ഇതില് അല്ലെങ്കിൽ എന്താ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഡിപ്രിസിയേഷന്റെ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് കണ്ടിന്യൂ. അടുത്ത വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഇതാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഒരു അസറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻവെന്ററിയോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഇൻവെന്ററിയുടെ കേസിൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ബട്ട് ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുന്നത് എന്തിലായിരിക്കും? കോസ്റ്റിലായിരിക്കും. ഇതിനെയാണ് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്നും ഈ ഒരു കൺസെപ്റ്റിനെ പറയും. ഓക്കെ. അതായത് വേറൊന്നല്ല, നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ എത്ര രൂപ കൊടുത്താണ് വാങ്ങിച്ചത്, ആ ഒരു അസറ്റിന്റെ എത്രയാണ് പർച്ചേസ് വാല്യൂ, അതിന്റെ ബേസിൽ തന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ അത് സെയിൽ ചെയ്യണ വരെ. സെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ അതിലൊരു വലിയൊരു ഡാമേജ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന്റെ വാല്യൂ റിവൈസ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ തന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്തു പോകും. പിന്നെ നമ്മൾ ഡിപ്രിസിയേഷൻ മാത്രമാണ് അതിൽ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്.
ജസ്റ്റ് വായിച്ചു നോക്കുക, സിമ്പിൾ കൺസെപ്റ്റ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ ലിമിറ്റേഷൻസിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം. അതായത് നമ്മളിങ്ങനെ എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ ബേസിൽ പോകുമ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു എക്കണോമിയുടെ ഒരു പാർട്ടാണ്. അപ്പൊ ഇൻഫ്ലേഷൻ വരുമ്പോഴൊക്കെ നമ്മുടെ എന്താ പറയാ പ്രോപ്പർ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ഇവിടെ വരും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് എപ്പോഴും ഇപ്പം മാറ്റാൻ പറ്റില്ല. അത് എന്താ പറയാ നമ്മളിപ്പോ ഇൻഫ്ലേഷന്റെ ബേസിൽ ചെയ്യുകയാണെങ്കിലും എന്താ പറയാ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻസിൽ എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്യുറസി കിട്ടില്ല. സോ ബെറ്റർ നമ്മൾ ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നൊക്കെ വേദം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പോകുന്നതാണ് ബെറ്റർ. ഓക്കെ, പിന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസ്ഡ് കമ്പയറബിലിറ്റി നഷ്ടപ്പെടും എന്ന് പറയുന്നു. അതായത് നമ്മളിപ്പോ അസറ്റ് വാങ്ങിച്ചു, ഇപ്പൊ ഒരു 1995 ഇവിടെ കിടക്കുന്നുണ്ട് പറയണം, 1995 വാങ്ങിച്ച മെഷീനറിയും നമ്മൾ 2005 വാങ്ങിച്ച മെഷീനറിയും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സോ ആ ഒരു കമ്പയറബിലിറ്റിയിൽ അതിന്റെ ഇഷ്യൂ വരും. ഓക്കെ, പിന്നെ ചില അസറ്റ്സിന് അതിന് അക്വിസിഷൻ കോസ്റ്റ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ എന്താ പറയാ എംപ്ലോയീസിനൊന്നും എന്താ പറയാ അക്വിസിഷൻ കോസ്റ്റ് ഇല്ല. നമ്മൾ അവരെ ഹയർ ചെയ്യുന്നതാണ്, അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ് ആണ്, മീൻസ് അവരെ നമ്മൾ ഉപയോഗിക്കുന്നതിനുള്ള കോസ്റ്റ് ആണ്. അതൊരിക്കലും അക്വിസിഷൻ നമുക്ക് അവർ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് എന്താ പറയാ നമ്മുടെ കോസ്റ്റ് കൺസെപ്റ്റിൽ അതൊരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ നമ്മുടെ എംപ്ലോയീസിനൊന്നും നമുക്ക് അതിൽ അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസ് കാണിക്കാം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് ആണ് റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് കോസ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് എനി ചേഞ്ച്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് ഈ അസറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, എപ്പോഴെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈ ഒരു കോസ്റ്റിൽ വന്നാൽ അപ്പോൾ നമ്മൾ റിയലൈസേഷൻ വാല്യൂയിലേക്ക് നമ്മൾ ചാടുമെന്ന്. അതായത് പെട്ടെന്ന് നമ്മളിപ്പോ എന്താ പറയാ, ഓക്കെ, ഇപ്പൊ ഈ മൈനിങ് കമ്പനീസ് ഉണ്ടല്ലോ, റിലയൻസ് പോലുള്ള ബിഗ് ഷോട്ട്സിന് പെട്രോളിയം മൈനിങ് പോലത്തെ കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസിന്റെ മെഷീനറിയുടെ വാല്യൂ എന്നൊക്കെ പറയുന്നത് ക്രോർസ് ഓഫ് റുപ്പീസ് ആണ്, കോടികളായിരിക്കും. ലെറ്റ്സ് സേ 100 crores ആണെന്ന് വിചാരിക്കാം. ഈ മൈനിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീനറി ഉണ്ടല്ലേ, അതിന്റെ അറ്റത്ത് ഡയമണ്ട് ആയിരിക്കും കേട്ടോ. ടിപ്പ് ഓഫ് ആ ഒരു മൈനിങ് ചെയ്യുന്നത് ഡയമണ്ട് ആയിരിക്കും. അപ്പൊ അതിന്റെ വാല്യൂ, അതിലാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു മെഷീനറിക്ക് ഏകദേശം വാല്യൂ 100 crores ആണെന്ന് വിചാരിച്ചോ. പെട്ടെന്ന് തന്നെ ഒരു ബാൻ വരാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയാ, ഈ മെഷീനറി ഉപയോഗിക്കാൻ പറ്റില്ല, എന്താ പറയാ, നമ്മുടെ എൻവയോൺമെന്റിന് വളരെ വളരെ നെഗറ്റീവ് എഫക്റ്റ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഗവൺമെന്റ് ഈ മെഷീനറീസിനെ ബാൻ ചെയ്യാണ്. അപ്പോ ലിറ്ററലി സ്പീക്കിംഗ് അടുത്ത കൊല്ലം 1 കൊല്ലം കഴിയുമ്പോൾ തന്നെ എന്താ പറയാ, ഈ മെഷീനറിയുടെ വാല്യൂ, ഈ 100 crore ഉള്ള മെഷീനറിയുടെ വാല്യൂ 0 ആയി പോവുകയാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ 100 crores നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വെക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ നമ്മൾ അതൊരു ലോസ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ആയിട്ട് കാണിച്ചിട്ട് ഈ ഒരു മെഷീനറിയുടെ വാല്യൂ 0 ആയിട്ടോ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ സ്ക്രാപ്പ് വാല്യൂ, അതായത് ഒരു 10 lakh ഒക്കെയാണ് ഇതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ, ആ ഒരു വാല്യൂലേക്ക് കൊണ്ടുവരും. ആ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ കൊണ്ടുവരുന്നതിനാണ് റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതൊരു കൺസർവേറ്റീവ് പാത്താണ് അക്കൗണ്ടൻസ് ഫോളോ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു എന്താ പറയുക, സേഫ് സൈഡ് ആവാൻ വേണ്ടി
നമുക്ക് എന്താ പറയാ ഈ മെഷീനറിയുടെ വാല്യൂ ഇനി എന്താ പറയാ നമുക്ക് അങ്ങനെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. മിസ്റെപ്രസെന്റേഷൻ ആണെന്ന് 100% ഉറപ്പുള്ള സമയത്താണ് നമ്മൾ ഈ റിയലൈസേഷൻ കൺസെപ്റ്റ് എടുത്ത് പ്രയോഗിക്കുക. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. ഇതും ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. സോ അത് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഓക്കെ ബൈ, ടേക്ക് കെയർ. ഇതൊക്കെ റിവൈസ് ചെയ്യുക, നല്ലൊരു ക്ലാരിറ്റി വെക്കുക, കാരണം ഓരോ കൺസെപ്റ്റ് റിലേറ്റഡ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ സ്റ്റെപ്പ് ആണ്. ഓരോ കൺസെപ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു വരികയാണ്. സോ ഇതുവരെ പഠിച്ച 8 കൺസെപ്റ്റ്, ഇതുവരെ നമ്മൾ 8 കൺസെപ്റ്റ് ആണ് പഠിച്ചത്. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. ഓക്കെ, ആ എക്സാമ്പിൾസ് എല്ലാം ഒന്ന് നോക്കി പറഞ്ഞെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നവരെ ബൈ.